السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له من يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 8ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം വായിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ അനുയായികൾക്കും ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളും മനുഷ്യ പിശാചുക്കളും അവരെ ശത്രുക്കളായി നിശ്ചയിച്ചു എന്നതും, എന്തിനാണ് ശത്രുക്കളെ നിശ്ചയിച്ചത്, അതിന്റെ ഹിക്മത്ത് എന്താണ്, തൗഹീദിന്റെ എതിരാളികളുടെ, അതായത് ഇസ്ലാമിന്റെ എതിരാളികളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവ് ഈ പിശാചുക്കളും ഇബ്ലീസുമാണ് എന്ന കാര്യവും, ഇബ്ലീസ് അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ള വെല്ലുവിളിയും, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. തുടർന്ന് ഷെയ്ഖ് പറയുന്നത്, വലാകിൻ ഇൻ അഖ്ബൽത ഇലല്ലാഹി വ അസ്ഗൈത ഇലാ ഹുജജില്ല വബയ്യിനാതിഹി ഫലാ തഖഫ് വലാ തഹ്സൻ ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ ശത്രുക്കളിൽ നിന്ന്, അതായത് ശൈത്താന്മാരും മനുഷ്യരുള്ള ശൈത്താന്മാരുമായ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടാനുള്ള വഴി എന്താണ്? അതിനുള്ള 2 കാര്യങ്ങൾ ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിലേക്ക് നീ മുന്നിടുക എന്നതാണ്. അള്ളാഹുവിലേക്ക് മുന്നിടുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഹക്കിനെ സഹായിക്കുന്ന ആളുകളെ അള്ളാഹു സഹായിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ഒരു വിശ്വാസിയുടെ നിലപാടോടുകൂടി അള്ളാഹുവിലേക്ക് നീ മുന്നിടുക. രണ്ടാമത്തേത് അസ്ഗൈത ഇലാ ഹുജജില്ല. തൗഹീദിന്റെ എതിരാളികളായ ആളുകൾ അവരുടെ ദുർന്യായങ്ങൾ നിരത്തുമ്പോൾ നിനക്ക് അതിനുള്ള മറുപടിയായി പറയാനുള്ളത്, രക്ഷയായി നീ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹുജ്ജത്തുകളെയാണ്, തെളിവുകളെയാണ്. വബയ്യിനാതിഹി, അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയുമാണ്. അങ്ങനെയായാൽ ഫലാ തഖഫ്, നിനക്ക് ഈ ശത്രുക്കളെ പേടിക്കേണ്ടതില്ല. ശൈത്താന്മാർ അടക്കമുള്ള ശത്രുക്കളെ പേടിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റുന്ന 2 മാർഗങ്ങൾ ഈ മുകളിൽ പറഞ്ഞതാണ്. മാത്രമല്ല വലാ തഹ്സൻ, നീ സങ്കടപ്പെടേണ്ടതുമില്ല. കാരണം ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ, തീർച്ചയായും പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് അത് ദുർബലമായതാണ്, ബലമില്ലാത്തതാണ് എന്ന് സൂറത്തുൻ നിസായിലെ 76ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് തൗഹീദിന്റെ അനുയായികൾക്ക് രക്ഷ കിട്ടാനുള്ള വഴിയായി നിർദ്ദേശിക്കുന്നത്. ഈ വാക്ക് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ യഥാർത്ഥ അനുയായികൾക്കുള്ള ഒരു ആശ്വാസവചനമാണ്. കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ തൗഹീദിന് വേണ്ടി പണിയെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് തൗഹീദിന്റെ ആളുകൾക്ക് എക്കാലവും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഭിന്നതകൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനുള്ള ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും യഥാർത്ഥ തൗഹീദിന്റെ അനുയായികൾ വിഷമിക്കേണ്ടതില്ല എന്ന് തൗഹീദിന്റെ ആളുകളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് ഷെയ്ഖിൽ നിന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പറഞ്ഞ 2 കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഹുജജുകളും അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല, ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചര്യയിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ പറയുന്ന തെളിവുകൾ, ബയ്യിനാത്ത് എന്ന് പറഞ്ഞവയിൽ ഉൾപ്പെടുന്നതാണ്. ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടുക എന്നതാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യരെ പേപ്പിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചിറങ്ങിയിട്ടുള്ള പിശാചിനെ എങ്ങനെ ഇതിലൂടെ നേരിടാൻ പറ്റും? പിശാച് മഹാതന്ത്രശാലിയും അതുപോലെ തന്നെ വിശ്വാസികളെ അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നടങ്കം പിഴപ്പിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് ഇറങ്ങി അള്ളാഹുവിനോട് ദീർഘായുസ് ആവശ്യപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഈ പിശാചിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? അതിന് സാധിക്കുക എന്തുകൊണ്ടാണ് എന്ന് മുകളിൽ വായിച്ച ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ശൈത്താൻ എത്ര
ശക്തനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും ശൈത്താന്റെ കൈത് അത് ദുർബലമാണ് എന്നതാണ്. കൈത് എന്ന വാക്കിന് പണ്ഡിതന്മാർ ഭാഷാപരമായും മതപരമായും ഒക്കെ നൽകിയിട്ടുള്ള നിർവചനങ്ങളിൽ നമുക്ക് കാണാം, ഒരാൾ മറ്റൊരാൾ അറിയാതെ അയാളിൽ, അതായത് ഒരു ഒളിഞ്ഞ വഴിയിലൂടെ, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായി മറ്റൊരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ്. അത് എന്ത് മാർഗം സ്വീകരിച്ചാലും ശരി, മറ്റൊരാളെ അയാൾ അറിയാതെ ഉപദ്രവിക്കുക, ആ പരിശ്രമം, പ്രവർത്തനം, അതിനാണ് കൈത്. കൈത് എന്നതിന് മക്ർ എന്നും പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം നൽകിയിട്ടുണ്ട്. ആ മക്റിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ശൈത്താൻ നമ്മളെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല പലപ്പോഴും. കാരണം അത് പ്രത്യക്ഷ വഴിയല്ല, പരോക്ഷമായ വഴിയിലൂടെയാണ്. നമ്മുടെ മനസ്സിലാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പിഴപ്പിക്കുന്ന വിഷയത്തിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിശാച് ചെയ്യുന്നുണ്ടെങ്കിലും പിശാചിന്റെ തന്ത്രത്തിന് അള്ളാഹുവിനുള്ള പ്രതീക്ഷയെയോ അള്ളാഹുവിന്റെ പ്രമാണങ്ങളെയോ തകർക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒന്നുകൂടി പറഞ്ഞതായി കാണാം, ഇത് അള്ളാഹുവിന്റെ വെറും ഒരു വാക്കല്ല, അള്ളാഹുവിന്റെ ഒരു വാക്കും വെറുതെയുള്ളതല്ല. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന കൈദ ശൈത്താൻ, തീർച്ചയായും പിശാചിന്റെ കൈത്, തന്ത്രം എന്ന് ബലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല പിന്നെ പറയുന്നത് കാന ലഈഫ എന്നാണ്. പിശാചിന്റെ തന്ത്രം ദുർബലമായി തീരുമെന്നല്ല, മറിച്ച് ദുർബലമായതാണ് എന്ന ഭൂതകാലക്രിയ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞതിൽ നിന്ന് പിശാചിന്റെ തന്ത്രം നിങ്ങൾ അവനെ നേരിടുമ്പോൾ മാത്രം ദുർബലമായി തീരുന്ന ഒന്നല്ല, മറിച്ച് അടിസ്ഥാനപരമായി തന്നെ പിശാചിന്റെ തന്ത്രം വിജയം പ്രാപിക്കാത്തതാണ്, അത് ശക്തമല്ല. അപ്പൊ അതിനെ ദുർബലപ്പെടുത്തി അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. കാരണം അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അതുപോലെ തന്നെ അവന്റെ പ്രമാണങ്ങളെ അവലംബിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. തുടർന്ന് ഷെയ്ഖ് പറയുന്നത് വൽ ആമിയു മിനൽ മുവഹിദീന യഗ്ലിബുൽ അൽഫ മിൻ ഉലമാഇ ഹഉലാഇൽ മുശ്രിക്കീൻ. തൗഹീദുള്ള ആളുകളിൽപ്പെട്ട സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവന് ശിർക്ക് ചെയ്യുന്ന ആളുകളിലെ പണ്ഡിതന്മാരിൽ 1000 പേരെ തോൽപ്പിക്കാൻ സാധിക്കും. കമാ ഖാല തആല വ ഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. കാരണം അള്ളാഹു പറഞ്ഞത് പ്രകാരം തീർച്ചയായും നമ്മുടെ സൈന്യം അവരെ അതിജയിക്കുന്നവർ തന്നെയാകും. നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൈന്യം. ലഹുമുൽ ഗാലിബൂൻ, അവർ തന്നെയാണ് വിജയിക്കുന്നവർ. ആരെ? ഇസ്ലാമിന്റെ ശത്രുക്കളെ വിജയിക്കുന്നവർ. അത് മനുഷ്യപിശാചുക്കളാണെങ്കിലും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളാണെങ്കിലും അവരെ വിജയിക്കുന്നവർ നമ്മുടെ സൈന്യം തന്നെയാണ്. ഇവിടെയും അള്ളാഹു തആല തൗക്കീദോടുകൂടി ബലപ്പെടുത്തി പറഞ്ഞത് ഇവർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ സൈന്യമാണ്. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുകയും സമരം ചെയ്യുകയും തൗഹീദിന് വേണ്ടി ശ്രമിക്കുകയും ഇസ്ലാമിന്റെ പ്രബോധകരായി അതിന്റെ പടയാളികളായി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളും അള്ളാഹുവിന്റെ സൈന്യമാണ്. ഫജുന്ദുല്ലാഹി ഹുമുൽ ഗാലിബൂന ബിൽ ഹുജ്ജത്തി വൽ ലിസാൻ കമാ ഹുമുൽ ഗാലിബൂന ബിസ്സൈഫി വസ്സിനാൻ. എന്നിട്ട് ഷെയ്ഖ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ സൈന്യം അവർ തന്നെയാകുന്ന വിജയികൾ. എങ്ങനെ? ബിൽ ഹുജ്ജത്തി വൽ ലിസാൻ. നേരത്തെ പറഞ്ഞ ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണം കൊണ്ടും ആ പ്രമാണം ഉപയോഗിച്ച് അവർ ശത്രുക്കളെ നേരിടുന്ന അവരുടെ നാവ് കൊണ്ടും അവരുടെ ഭാഷ കൊണ്ടും അവർ തന്നെയാണ് വിജയികൾ. കമാഹുമുൽ ഗാലിബൂന ബിസ്സൈഫി വസ്സിനാൻ. അള്ളാഹുവിന്റെ സൈന്യം വാളുകൊണ്ടും വസ്സിനാൻ കുന്തമുനകൾ കൊണ്ടും അവർ വിജയികളാകുന്നത് പോലെ. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന അള്ളാഹുവിന്റെ സൈന്യം അവർ ആയുധമെടുത്താൽ അതുപോലെ തന്നെ അമ്പും കുന്തവും ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടുകയാണെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ആത്യന്തിക വിജയം. എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയമുണ്ടാകും എന്നതിനർത്ഥമല്ല, അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ മിക്കപ്പോഴും അവർക്കായിരിക്കും. ഖുർആനിൽ തന്നെ വിജയം പരാജയം എന്ന് പറയുന്നത് മാറി മാറി വരുന്നതാണ് എന്ന് ഉഹദ് യുദ്ധവുമായും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും മുസ്ലിങ്ങൾ പരാജയപ്പെടുകയില്ല യുദ്ധത്തിൽ എന്നീ പറഞ്ഞതിനർത്ഥമല്ല. അധികവും അങ്ങനെയാണ്. പരാജയപ്പെടാൻ അതിന് വേറെ ചില കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഹിക്മത്തുകൾ ഉണ്ടാകാം. ആയുധമെടുത്ത് സമരം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പടയാളികളാണ് വിജയിക്കുന്നത് എന്നതുപോലെ തന്നെ തെളിവും, അതായത് ഖുർആനും സുന്നത്തും അവരുടെ നാവും ഉപയോഗിച്ച് ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകളുമായി ഈ പ്രാമാണികമായ തർക്കങ്ങൾ നടത്തുമ്പോൾ തൗഹീദിന്റെ ആളുകൾ തന്നെയാണ് തീർച്ചയായും വിജയിക്കുക. എന്നാൽ വഇന്നമൽ ഖൗഫു അലൽ മുവഹിദില്ലദി യസ്ലുകു ത്വരീഖ വലൈസ
മഅഹു സിലാഹ്. തൗഹീദ് ഉള്ളവനാണെങ്കിലും അവരിൽ ചില ആളുകളെ സംബന്ധിച്ച് പേടിക്കേണ്ടതുണ്ട്. ആ പേടിക്കപ്പെടേണ്ട മുവഹ്ഹിദ് തൗഹീദിന്റെ ആള് ആരാണ്? അതായത് വിജയിക്കുകയില്ല, പരാജയപ്പെടുമെന്ന് പേടിക്കേണ്ട തൗഹീദിന്റെ ആള് അല്ലദീ യസ്ലുക്കു തരീഖ, അവൻ തൗഹീദിന്റെ എതിരാളികളായ ശിർക്കിന്റെ ആളുകളെയും ദൈവനിഷേധികളെയും ഒക്കെ എതിരിടുന്ന മാർഗത്തിൽ പ്രവേശിക്കുന്നവനാണ്. വലൈസ മഅഹു സിലാഹ്, ആയുധമില്ലാതെ. ആയുധമില്ലാതെ എന്ന് പറഞ്ഞാൽ മുകളിൽ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രമാണങ്ങൾ കൊണ്ട് ശത്രുക്കളെ നേരിടുക. അങ്ങനെ നേരിടുമ്പോൾ തൗഹീദുണ്ട്, പക്ഷെ തൗഹീദ് എന്തുകൊണ്ട് ഞാൻ സ്വീകരിച്ചു, ശിർക്കിനെ എന്തിനെ ഞാൻ എതിർക്കുന്നു എന്ന ഇൽമിയായ ആയുധം, വൈജ്ഞാനികമായ ആയുധം, തൊട്ടുമുകളിൽ പറഞ്ഞ ഹുജജുകളും ബയ്യിനാത്തുകളും, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവ് കൊണ്ട് ആയുധമേന്താത്ത ഒരു പടയാളി അവൻ ശിർക്ക് ചെയ്യുന്നവനായി തർക്കിക്കാൻ പോയാൽ അവനെ പേടിക്കണം, കാരണം അവൻ പരാജയപ്പെടും. ഇനി സായുധമായ ഒരു പോരാട്ടമാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ പോലെ വാളും കുന്തങ്ങളും അമ്പുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആയുധമാണ്. അവിടെ ആയുധമില്ലാതെ സായുധനായ മറ്റൊരുത്തനെ നേരിടാൻ പോയാൽ ഈ ആയുധമില്ലാതെ പോരാടാൻ പോയവനെയും പേടിക്കേണ്ടതുണ്ട്, അവനും പരാജയം സംഭവിക്കും. അപ്പോ അള്ളാഹു സഹായിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം അള്ളാഹു ഏറ്റിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു പോകേണ്ടതില്ല. ഇതാണ് ഈ വാചകത്തിലൂടെ ശൈഖ് വിശദീകരിക്കുന്നത്, പറയുന്നത്. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കിയാൽ, ആദ്യം പറഞ്ഞിട്ടുള്ളത് ശിർക്കിന്റെ ആളുകളിലെ പണ്ഡിതന്മാരിൽ 1000 പേരെ തോൽപ്പിക്കാൻ തൗഹീദ് ഉള്ളവരിൽപ്പെട്ട ഒരാൾക്ക് സാധിക്കുമെന്നാണ്. ഇവിടെ 1000 പേർ എന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായ എണ്ണമല്ല. എന്ന് പറഞ്ഞാൽ 999 ആയാൽ ഈ വാക്ക് മാറും, അല്ലെങ്കിൽ 1001 ആയാൽ വേറെയാണ് എന്ന അർത്ഥത്തിലല്ല. മറിച്ച് എത്ര എണ്ണം ആളുകളുണ്ടെങ്കിലും, അത് 1000 ആയാലും അതിനപ്പുറമുണ്ടെങ്കിലും, എത്ര ശിർക്കിന്റെ പണ്ഡിതന്മാരായ ആളുകൾ ഒരു ഭാഗത്തും തൗഹീദ് ഉള്ളവരിലെ ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഇവിടെ പണമുള്ളവനോ ഇല്ലാത്തവനോ തറവാട്ടുകാരനല്ലാത്തവനോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രാമാണികമായ തെളിവുകൾ മനസ്സിലാക്കിയ, എന്നാൽ വലിയ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ദർസിലോ പഠിച്ച് സർട്ടിഫിക്കറ്റോ രേഖയോ ഒന്നും അവന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. എന്നാൽ അവൻ വായിച്ചു പഠിച്ചതോ കേട്ടു പഠിച്ചതോ പണ്ഡിതന്മാരിൽ മനസ്സിലാക്കിയതോ ആയ തൗഹീദ് എന്താണെന്നും അതിന്റെ തെളിവ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും അതിന്റെ തെളിവ് എന്താണെന്നും അവൻ ഉൾക്കൊണ്ടതിന്റെ ന്യായങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ അത് അറിയപ്പെട്ടവനല്ല. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യന് 1000 ശിർക്കിന്റെ ഉലമാക്കളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ് ഉൾക്കൊള്ളുകയും ആ തൗഹീദിനെ പ്രാമാണികമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്, അവരെ ആശ്വസിപ്പിക്കലാണ്. ഇതും വെറുതെ പറഞ്ഞതല്ല. അതിന് തെളിവ് പറഞ്ഞു സൂറത്തു സാഫാത്തിലെ 173-ാമത്തെ ആയത്ത്. നമ്മുടെ സൈന്യം തന്നെയാണ് വിജയം വരിക്കുന്നവർ. കാരണം ശിർക്കിന്റെയും അതുപോലെ വിഗ്രഹാരാധനയുടെയും വിദേഹത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ഒക്കെ ആളുകൾ ഭൗതികമായി എത്ര അറിവുള്ളവരും വിവരമുള്ളവരുമാണെങ്കിലും അവരുടെ വിവരത്തെക്കാളും കഴിവിനേക്കാളും തൗഹീദിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരു സാധാരണക്കാരന്റെ സ്ഥാനം എത്രയോ മീതെയാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശൈഖ് പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെയാണ് വിജയിക്കുന്നവർ എന്ന കാര്യം. കാരണം അളവ് അല്ലെങ്കിൽ സ്ഥാനം കണക്കാക്കേണ്ടത് അയാളുടെ തറവാട് നോക്കിയോ വേഷം നോക്കിയോ ശരീരത്തിന്റെ തൂക്കം നോക്കിയോ അല്ല, മറിച്ച് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. 1000 ശിർക്കിന്റെ പണ്ഡിതന്മാരെ തോൽപ്പിക്കാൻ തൗഹീദുള്ള ഒരു സാധാരണക്കാരന് സാധിക്കും. ഇത് കിതാബ് വായിക്കാതെ തന്നെ നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്നിപ്പോ അങ്ങനത്തെ ചർച്ചകളൊന്നുമില്ല. എന്നാൽ കുറച്ചു കാലം മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ചെറിയ ചായ മക്കാനികൾ, പെട്ടിക്കടകൾ, അവിടെ 2 മേശയും 2 ബെഞ്ചും ഉണ്ടാവും അപ്പുറവും ഇപ്പുറവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉൾനാടുകളിൽ ഒരു കാലത്ത് വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. അതെന്താ? ചായ കുടിക്കുന്നതിനിടക്കും വർത്താനത്തിനിടക്കും അപ്പുറപ്പുറവും തൗഹീദിന്റെ ആളുകളും ശിർക്കിന്റെ ആളുകളും തമ്മിലുള്ള ഖണ്ഡനമണ്ഡനങ്ങൾ. കിതാബ് വെച്ചിട്ടല്ല, ലിസാന് കൊണ്ട് തെളിവ് ഉദ്ധരിച്ച് പറയാം. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും സലഫി പണ്ഡിതന്മാരും ഒക്കെ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ട് ഇന്നതാണ് ശരി, അതിന്റെ തെളിവ് ഇന്നതാണ്, ശിർക്ക് ഇന്നതാണ്, അതിന്റെ ന്യായങ്ങളുടെ ദുർബലത ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയ സാധാരണക്കാരൻ കടകളിലിരുന്ന് മുസ്ലിയാക്കന്മാരോടും കിതാബ് ഓതിയവരോടുമൊക്കെ നിരന്തരം തർക്കങ്ങൾ നടക്കാറുണ്ടായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കും. ചിലപ്പോൾ ഒരു ടീം പോയാൽ വേറൊരു ടീം വരും. അതെവിടുന്ന് കിട്ടി? ഈ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് എവിടുന്നായി തെളിവ് കിട്ടിയത്? കാരണം അന്ന് ഘോരമായ ഈ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നാട് നീളെ നടക്കാറുണ്ടായി. അപ്പൊ സാധാരണക്കാരന്റെ വേനൽക്കാലായാൽ പ്രത്യേകിച്ച് എന്താ പണി?
2ഉം 3ഉം ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രസംഗ പരിപാടികളുണ്ട്. അപ്പൊ ആ പരിപാടികൾ കേൾക്കുക, അതിലൂടെ തൗഹീദിന്റെ പ്രമാണവും മനസ്സിലാക്കുക, അതാണ് അവന്റെ ആയുധം. ഈ സാധാരണക്കാരനായ ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കിതാബൂദിയ ശിർക്കിന്റെ ആളുകൾക്ക് സാധിക്കാറില്ല. ഇതൊരു വസ്തുതയാണ്, നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് ഇവിടെ ആ കാര്യം പ്രത്യേകമായി സൂചിപ്പിച്ചു. കാരണം അള്ളാഹുവിന്റെ മതത്തെയും സഹായിക്കുന്നവനെ അള്ളാഹു സഹായിക്കും. എന്നാൽ ശിർക്കിന്റെ ആളോ അവന് യാതൊരുവിധ സഹായവും ശക്തിയും പിന്തുണയും ലഭിക്കാത്ത, കൈയൊഴിക്കപ്പെടുന്ന ആളാണ്. ഇത് ഖുർആനിന്റെ പല വാചകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് അള്ളാഹുവിൽ സഹായം അർപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വെറും തൗഹീദ് ഉണ്ടായാൽ പോരാ, തൗഹീദ് എങ്ങനെയാണ് ഞാൻ ഉൾക്കൊണ്ടത് എന്ന വിവരം അവനുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക. കാരണം തൗഹീദ് എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യത്തിന്റെ കൂടെ നിലകൊള്ളുന്ന ആളുകൾ ഹക്കിന്റെ ആളായതുകൊണ്ട് ഹക്കിനെ സഹായിക്കുക എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖയില്ലാത്ത വെറും ശുബ്ഹാത്തുകൾ കൊണ്ട് ആളുകളെ, വിവരമില്ലാത്തവരെ പറ്റിക്കാമെന്ന് വിചാരിച്ച് നല്ല വാചക ശൈലിയും തേൻ പുരട്ടിയ സംസാരവുമായി വരുന്ന ആളുകളെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. കാരണം മറ്റവന്റെ കയ്യിലുള്ളത് ദുർന്യായങ്ങളാണ്, തൗഹീദുള്ളവന്റെ കയ്യിലുള്ളത് അള്ളാഹുവിന്റെ ഹുജ്ജത്താണ്, ഖുർആനും സുന്നത്തുമാണ്. സൂറത്ത് മുഹമ്മദിലെ 7ാമത്തെ വചനത്തിൽ അള്ളാഹു ഇത്തരം ആളുകൾക്ക് ആ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കും. അവ വിജയം തരും, സഹായം ഉണ്ടാകും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ നിബന്ധന എന്താ? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. അപ്പൊ ഇസ്ലാമതത്തെയും ആ ഇസ്ലാമതത്തിന്റെ ആദർശത്തെയും അതിന്റെ അനുയായികളെയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, അതിനെ നിലനിർത്താൻ വേണ്ടി ന്യായപ്രമാണങ്ങൾ കൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സഹായിക്കുകയും വയുസബ്ബിത് അഖ്ദാമകും, അവരുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടേണ്ടുന്ന അവസരം ഉണ്ടാവുകയില്ല എന്നതാണ്. ഇത് മുകളിൽ പറഞ്ഞ രണ്ടർത്ഥത്തിൽ, ഇത് വാക്കുകൊണ്ടുള്ള സമരമാണെങ്കിലും ആയുധം കൊണ്ടുള്ള സമരമാണെങ്കിലും ശരി, അധികവും മുസ്ലിങ്ങൾക്ക് തന്നെയാണ് വിജയമുണ്ടാവുക. എന്നാൽ ചിലപ്പോ ഈ തർക്കത്തിൽ തർക്കിക്കുന്നവന്റെ ദുർബലതയനുസരിച്ച് ചിലപ്പോൾ പരാജയമുണ്ടാകാം, അത് യുദ്ധത്തിലും ഉണ്ടാകാം. ഇത് ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതുപോലെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെതായ ചില കാരണങ്ങളും അള്ളാഹുവിന്റെ ഹിക്മത്തുകളും ഉണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവസാനമായി പറഞ്ഞ കാര്യം, ഷെയ്ഖ് പറയുന്നത് തൗഹീദുള്ള ആളുകളെ കുറിച്ചുള്ള പേടി. ഏത് തൗഹീദുള്ള ആളാണ്? ആയുധമില്ലാതെ ശിർക്കിന്റെ ആളുകളെ എതിർക്കാൻ പോകുന്നവനാണ്, അവൻ പരാജയപ്പെടും. ഇത് നമുക്കുള്ള പ്രത്യേകമായ ഉപദേശമാണ്. കാരണം എന്താ? ജഹില്. തൗഹീദുള്ളവനാണെങ്കിലും അവന് ജഹിലാണുള്ളത്, വിവരക്കേടാണുള്ളത്. അവൻ പഠിച്ചു മനസ്സിലാക്കിയ തൗഹീദിനെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവന് ഈ പറയുന്ന ശിർക്കിന്റെ ആളുകളെ എതിർക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ, അവന്റെ ന്യായങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പ്രബോധനം എന്നാൽ മൗലവിമാരോ പണ്ഡിതന്മാരോ കിതാബൂദിയവരോ സർട്ടിഫിക്കറ്റ് ഉള്ളവരോ മാത്രം നടത്തേണ്ടതല്ല. അതൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നാം മനസ്സിലാക്കിയ കാര്യം എന്താണോ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത് ഷെയ്ഖിന്റെ തന്നെ അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൽമിന്റെ ആയുസ് നമ്മുടെ കയ്യിലുണ്ടാകും. വഖദ് മന്നല്ലാഹു അലൈനാ ബികിതാബിഹി അല്ലദീ ജഅലഹു തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പൈസ എന്നിട്ടല്ല, പൈസ ഉണ്ടാകാം, പൈസ ഇല്ലാതെക്കാം, വീടും സുഖവും സൗകര്യങ്ങളും ദുനിയാവും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ മനുഷ്യവർഗത്തിന്, പ്രത്യേകിച്ച് തൗഹീദിന്റെ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് എന്ന് പറയുന്നത് എന്താണ്? ബികിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് നമ്മെ സഹായിച്ചു എന്നതാണ്. കാരണം ഖുർആൻ വിശ്വാസിയുടെ പോരാട്ടത്തിനുള്ള ആയുധമാണ്, അവന്റെ വിശ്വാസത്തിന്റെ ഊർജമാണ്. തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മ. സൂറത്തുൻ നഹ്ലിലെ 89ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഖുർആനെ പരിചയപ്പെടുത്തിയത് തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനുമുള്ള വിവരണമാകുന്നു വിശുദ്ധ ഖുർആൻ. വഹുദൻ വറഹ്മ, അതോടൊപ്പം അത് മാർഗദർശനവും അതുപോലെ തന്നെ കാരുണ്യവുമാണ്. അപ്പൊ 3 കാര്യങ്ങൾ അല്ലാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞു. തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാറ്റിനുമുള്ള വിശദീകരണം, വിവരണം ഖുർആനിലുണ്ട്. അതോടൊപ്പം ഏതൊരു മനുഷ്യനും ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോയി പരലോകത്ത് വിജയം നേടാനുള്ള ഹുദ, മാർഗദർശനവും ഈ ഖുർആനിലുണ്ട്. വറഹ്മ, കാരുണ്യമുണ്ട്. ആ കാരുണ്യത മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന കാരുണ്യം, ഹിദായത്ത് കിട്ടുക, ആ ഹിദായത്ത് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക, ദുനിയാവിൽ അതിനെ ഉപയോഗപ്പെടുത്തുക, പരലോകത്ത് അതിലൂടെ രക്ഷ കിട്ടുക. ഈ കാരുണ്യവും ഖുർആനിലൂടെ അല്ലാഹു തആല
നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഖുർആനാകുന്ന ഈ പറഞ്ഞ വിശേഷണങ്ങളും ഇനി ഈ ആയത്തിലല്ല, ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഖുർആനിന്റെ എന്തെല്ലാം മഹത്വങ്ങളും വിശേഷണങ്ങളും ഉണ്ടോ ആ ഖുർആൻ നമുക്ക് ലഭിച്ചു എന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു മിന്നത്ത് അനുഗ്രഹമാകുന്നു. ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫലാ യഅതി സാഹിബു ബാതിലിൻ ബിഹുജ്ജത്തിൻ ഇല്ലാ വഫിൽ ഖുർആനി മാ യൻഖുദുഹാ. ഈ ഖുർആൻ നമ്മൾ പഠിക്കുന്നു, അത് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ബാത്തിലിന്റെ അസത്യത്തിന്റെ ഒരുത്തനും ഒരു തെളിവുമായി വരികയില്ല. ഇല്ലാ വഫിൽ ഖുർആനി മാ യൻഖുദുഹാ. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ആള് എന്തൊരു ന്യായവുമായി വന്നാലും അവന്റെ ന്യായത്തെയെല്ലാം തകർത്ത് കളയാവുന്ന ആയുധം ഖുർആനിൽ ഇല്ലാതിരിക്കുകയില്ല. അപ്പൊ ഏതാള് വന്നാലും, ശിർക്കിന്റെ ആള് വന്നാലും, ബിദ്അത്തിന്റെ ആള് വന്നാലും, നിരീശ്വരവാദത്തിന്റെ ആള് വന്നാലും, യുക്തിവാദി വന്നാലും, ഇങ്ങനെ ഏതാള് വന്നാലും, വസ്വാസമായി വരുന്നവൻ വന്നാലും, ആര് വന്നാലും ശരി, ഏത് ബാത്തിലിന്റെ അസത്യത്തിന്റെ ആള് അവന്റെ തെളിവ്, ഖുർആന്റെ തെളിവല്ല. ഇനി ഖുർആൻ തന്നെ അവന് വേണ്ടി ഒരായത്ത് ഓതിയിട്ട്, ഇപ്പോ ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് ഖുർആനിലെ തൗഹീദിന്റെ ആയത്ത് ഓതിയിട്ട് ശിർക്കിന് വേണ്ടി കൊണ്ടുവന്നാൽ അത് തൗഹീദിന് ആളുകൾക്കുള്ള ഹുജ്ജത്താണ്, അവന്റെ ഹുജ്ജത്തല്ല. പക്ഷെ അവൻ അത് ഹുജ്ജത്താണെന്ന് വിചാരിക്കും. അങ്ങനെ ഹുജ്ജത്തുമായി വന്നാൽ അതിനെ പൊളിക്കാൻ ഖുർആൻ മതി, ഖുർആന്റെ വിശദീകരണമായ ഹദീസ് മതി. വയുബയ്യിനു ബുത്ലാനഹ, അതിനെ തകർക്കുകയും അവൻ കൊണ്ടുവന്ന തെളിവുകളുടെ ദുർബലതയെ വിശദീകരിച്ചു കൊടുക്കുവാനും സാധിക്കും. കാരണം ഖുർആൻ അത്ര ശക്തമായ ആയുധമാണ്. കമാ ഖാല തആല, എന്തിനേയും തകർക്കാനുള്ള ആയുധം ഖുർആനിലുണ്ട് എന്നതിനും ഖുർആനിൽ ആയത്തുണ്ട്. അതേതാ? വലാ യഅ്തൂനക ബിമതലിൻ ഇല്ലാ ജിഅ്നാക ബിൽ ഹഖി വഅഹ്സന തഫ്സീറ. അവർ, അതായത് അസത്യത്തിന്റെ ആളുകൾ, ബാത്തിലിന്റെ ആളുകൾ, ശിർക്ക് വിദേഹത്തിന്റെ ആളുകൾ, വഴികേടിന്റെ ആളുകൾ, അവർ നിന്നെ സമീപിക്കുകയില്ല. ഇവിടെ നീ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയോട് സംബോധന നബിയോടാണെങ്കിലും നബിയെ മാത്രമല്ല ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സുന്നത്തിനെയും പിൻപറ്റി തൗഹീദിന്റെ അനുയായികളായ ആളുകളിൽ ഒരാളുടെ അടുക്കലേക്കും അതിന്റെ എതിരാളികളായ ശൈത്താന്മാരോ ശൈത്താന്റെ അനുയായികളായ മനുഷ്യപിശാചുക്കളോ വരികയില്ല. ബിമസലിൻ, ഒരു ഉദാഹരണവുമായി. ഇല്ലാ ജിനാക, നിന്റെ അടുക്കൽ നാം വന്നിട്ടല്ലാതെ, ബിൽ ഹഖി, ഹക്കുമായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൗഹീദിന്റെയും ആളുകളുടെ അടുക്കലേക്ക് ഏതൊരു ഇസ്ലാമിന്റെ ശത്രുവും എന്തൊരു ഉപമയുമായി, ഇവിടെ ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ അവൻ കൊണ്ടുവരുന്ന ഉപമകളും ന്യായീകരണങ്ങളും വാദങ്ങളും. അതിനെക്കുറിച്ച് ഖുർആൻ ഇവിടെ ഹുജ്ജത്ത് എന്ന് പറഞ്ഞില്ല. എന്നാൽ അള്ളാഹു ഈ ഉദാഹരണവുമായി വരുന്നവനെ തകർക്കാൻ അള്ളാഹു എന്താ തിരിച്ചു കൊടുക്കുന്നത്? സത്യവിശ്വാസിക്ക്, തൗഹീദിന്റെ ആൾക്ക് ഹക്കിനെ നൽകുന്നു. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് സഹായം ചോദിക്കാം എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരും ശിർക്കിന്റെ ആളുകളും എന്ത് ഉദാഹരണമാ പറയാറുള്ളത്? നമ്മൾ പാപികളാണ്, നമ്മൾ പാപം ചെയ്തവരാണ്. പാപം ചെയ്ത ആളുകൾക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല, പ്രയാസമാണ്. അതുകൊണ്ട് പാപികളായ നമ്മൾക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളായ അള്ളാഹുവിനടുക്കൽ മഹത്തായ സ്ഥാനവും പദവിയും ഒക്കെ ഉള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരിലൂടെ നമുക്ക് ചെല്ലാം. എന്നിട്ട് അതിനെന്ത് ഉദാഹരണം പറയും? പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ സമീപിക്കാൻ പാർട്ടി നേതാക്കന്മാരെ, പരിചയക്കാരിലൂടെ നേതാക്കന്മാരിലേക്ക് അടുക്കാറില്ലേ? അതുപോലെ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്താൽ ഒന്നായിട്ട് വയറിംഗ് അടക്കം കത്തിപ്പോകും, ബൾബൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ എന്താണ്? അത് കൊണ്ടുവന്ന് പിന്നെ അതിന് എത്ര ആംബിയറിൽ, എത്ര ഉപയോഗിക്കുന്നതിന് എത്ര ആംബിയറുള്ള മീറ്ററും ബോർഡും ഒക്കെ പിടിച്ച് ഫിറ്റ് ചെയ്ത് പിന്നെ അത് ചെറിയ പീസ് വെച്ച്. അപ്പൊ എന്താ? ഇതൊക്കെ ഖുർആൻ പറഞ്ഞത് ശരിയാണ്. വലാ യഅ്തൂനക ബിമസലിൻ, ട്രാൻസ്ഫോമറിന്റെയും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പാപികൾക്കുണ്ടാകുന്ന അധമത്വവും വലിയവർക്കുണ്ടാകുന്ന മേധാവിത്വവും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വന്നാൽ ഇല്ലാ ജീനാക ബിൽ ഹഖി, ഖുർആൻ സത്യം കൊണ്ട് നിന്റെ അടുക്കൽ നാം വരും എന്ന് നബിയോട് പറഞ്ഞത് ഈ പറയുന്ന ഉദാഹരണങ്ങൾക്ക് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഖുർആനിനെയും സുന്നത്തിന്റെയും തെളിവ് കൊണ്ട് നമുക്കവരെ എതിർക്കാൻ സാധിക്കും. അപ്പൊ എന്തൊരു ന്യായവുമായി അവർ വരുന്നുണ്ടോ അതിന് മറുമരുന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്, നബിയുടെ ഹദീസിലുണ്ട്. ഈ ആദ്യം പറഞ്ഞെടുത്ത് വലാ യഅ്തൂനക ബിമസലിൻ, അവിടെ നക്കിറയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു ഉപമയും, ഏതൊരു ഉപമയും കൊണ്ട് അവർക്ക് വരാൻ സാധിക്കുകയില്ല ഖുർആനിൽ അതിനെ ഖണ്ഡിക്കാനുള്ള ഹക്കുണ്ടായിട്ടല്ലാതെ. വഅഹ്സന തഫ്സീറൻ, അള്ളാഹു രണ്ട് കാര്യം നൽകും. ഒന്ന് ഹക്ക്, ആ ഹക്ക് ഖുർആനാകുന്ന ഹക്കിന് ഏറ്റവും നല്ല വിവരണം, വിശദീകരണം അതും അള്ളാഹു തന്നെ നൽകും. അതാരിലൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പൊ സൂറത്തുൽ ഫുർഖാനിലെ 33-ാമത്തെ ഈ വചനത്തിലൂടെ അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. ആദ്യം പറഞ്ഞ
പറഞ്ഞ സൂറത്തുൽ നഹ്ലിലെ ആയത്തും അത് ഖുർആന്റെ വിശേഷണമാണ്. ആ ഖുർആൻ വിശ്വാസിയുടെ ആയുധമാണ്. ഏത് എതിരാളിയുടെ ആയുധത്തെയും തകർക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയുധമുണ്ട് എന്നതാണ്. ഖാല ബഅദുൽ മുഫസ്സിരീൻ, ഈ ആയത്തിനെ കുറിച്ച്, അതായത് ശത്രുക്കൾ കൊണ്ടുവരുന്ന എന്ത് നിർന്യായങ്ങളെയും തകർക്കാൻ അള്ളാഹു ഹഖ്നെ തരും, തഫ്സീർ തരും എന്ന് പറയുന്നത്, അത് ആ ആയത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹാദിഹിൽ ആയത്തു ആമ്മത്തുൻ ഫീ കുല്ലി ഹുജ്ജത്തിൻ യഅതി ബിഹാ അഹ്ലുൽ ബാത്തിൽ ഇലാ യൗമിൽ ഖിയാമ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലായതൂനക, നിന്റെ അടുക്കൽ അവർ വരികയില്ല എന്ന് പറഞ്ഞ ആരോടാ? നബിനോടാണ്. അപ്പൊ ഇത് നബിക്ക് മാത്രം ബാധകമാണ്. നബിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ശത്രുക്കൾ വല്ല ന്യായവുമായി വന്നാൽ അള്ളാഹു നബിക്ക് ഹഖും അഹ്സനു തഫ്സീറും നൽകും എന്നല്ലേ ഈ ആയത്തിന് കിട്ടുക? അപ്പൊ തൗഹീദുള്ള ആളുകൾക്കെല്ലാം അങ്ങനെ ഹഖും തഫ്സീറും കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടാകും. ആ സംശയത്തിന് മറുപടിയാണ് വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിച്ചത്. ഈ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതിൽ പറയുന്ന ഹുക്മ് അല്ലെങ്കിൽ ഈ കാര്യം ആമായ കാര്യമാകുന്നു. ഇതിന് മാത്രമല്ല, ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ടാകാം. ആ കാരണം ആരിൽ ആ കാരണമുണ്ടായോ അയാളിൽ മാത്രം നിലനിൽക്കുന്നതാണെങ്കിലും അതിന്റെ വിധി എല്ലാവർക്കും ബാധകമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കാരണം ആർക്കൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഖുർആൻ ഇറങ്ങാൻ അല്ലെങ്കിൽ ഒരു വിധി ഇറങ്ങാൻ കാരണമായ സംഭവം അതിലുള്ള വിധി എല്ലാവർക്കും ബാധകമാണ്. അല്ലാതെ ആ ആരിലാണോ ആയത്തിറങ്ങിയത്, ആരെ സംബന്ധിച്ചാണോ ആയത്തിറങ്ങിയത് അയാൾക്ക് മാത്രമല്ല വിധി എല്ലാവർക്കുമാണ്. അതേപോലെ ഇവിടെ നബിയോടാണ് സംബോധനയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്ന ആളുകൾ അന്യായങ്ങളുമായി വരുമ്പോൾ അള്ളാഹു ഹഖും അഹ്സന തഫ്സീറും നൽകുന്നത് പോലെ തൗഹീദുള്ള ആളുകളെ എതിർക്കാൻ വേണ്ടി എതിരാളികളായ ആളുകൾ വരുമ്പോൾ അവർക്കും അള്ളാഹു ഈ ഖുർആനിലൂടെ ഹഖും അഹ്സന തഫ്സീറും നൽകും. ഇതിപ്പോ പലപ്പോഴും ഈ വിമർശനങ്ങളിൽ എതിരാളികളായ ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, നാട്ടിൽ നടക്കുന്ന ഖണ്ഡന മണ്ഡലങ്ങൾ, ഒരു പരിപാടി അപ്പുറത്ത് ശിർക്കിന്റെ വക, അപ്പുറത്തൊരു പരിപാടി തൗഹീദിന്റെ വക, അങ്ങനെ ഒരുപാട് ഖണ്ഡന മണ്ഡലങ്ങൾ മുമ്പ് ഈ അടുത്ത കാലം വരെ ഇപ്പോഴാണ് ഇതൊക്കെ ആളുകൾ മാറിയത്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്നിടത്ത് ചില മറുപടികൾ ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത, നേരത്തെ ആലോചിച്ചിട്ടില്ലാത്ത, നമ്മുടെ മനസ്സിൽ വരാത്ത ചില മറുപടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇത് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും പറയുന്നതും അനുഭവത്തിലും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതാരാ? ഈ മറുപടി ഇന്നതിന് ഇന്നറ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അപ്പറഞ്ഞത് ഇന്ന അർത്ഥത്തിൽ ശരിയല്ല എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഈ ഖുർആനിലുള്ളതിന് പുറമെ ഇട്ടുതരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു ഖുർആനിലൂടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക്, അതുപോലെ തന്നെ ഹദീസിലൂടെ ഈ പറയുന്ന വസ്വാസുകളെയും ദുർബോധനങ്ങളെയും ഇവരുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളെയും ഒക്കെ തകർക്കാനുള്ള ന്യായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതിനെ ചില പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചത് കാണാം. ഖുർആനിലുള്ള ഹദീസിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ ഹഖ് നൽകുക, അഹ്സന തഫ്സീർ നൽകുക എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാകാം. ഒന്ന്, മൊത്തമായി പറയുന്ന കാര്യങ്ങൾ, ഹഖിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ബലപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ ശിർക്ക് പോലുള്ള തിന്മകളെ സംബന്ധിച്ച് മൊത്തത്തിൽ അത് തെറ്റാണ് എന്ന് പറയുന്ന വിശദീകരണങ്ങൾ. അതിൽ വിശദീകരണം ഉണ്ടാവില്ല, സംക്ഷിപ്തമായി ചുരുക്കി പറയുന്നവയാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുന്നവയാണ്. എന്നാൽ മറ്റു ചില വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആനിലും ഹദീസിലുമൊക്കെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ പ്രതിപാദനങ്ങൾ ഉണ്ടാകും. അത് ആളുകൾ നമ്മൾ നേരിടുന്ന സന്ദർഭത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാൾക്ക് ഒറ്റവാചകത്തിൽ മറുപടി കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ മൊത്തത്തിലൊരു മറുപടി മതിയാവും. എന്നാൽ വേറെ ചില ആളുകൾക്ക് അയാൾ പറഞ്ഞതിനെ കൂലങ്കശമായി നൂലിഴ കീറി പരിശോധിക്കേണ്ടി വരും. അത്തരം ശൈലി ഖുർആനിലുമുണ്ട്. മൂന്നാമത്തെ രീതി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മൂന്ന് അടിസ്ഥാനങ്ങൾ ഈ ബാത്തിലിനെ നേരിടാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? ഖുർആനിലേക്ക് മടങ്ങുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ദുർന്യായങ്ങളുമായി മതലുമായി ആളുകൾ വരുന്നുണ്ടോ പ്രമാണത്തിലേക്ക് മടങ്ങണം. ആ പ്രമാണം ഏതാ? ഖുർആൻ. പിന്നെ ഏതാ? ഹദീസ്. പിന്നെ ഏതാ? വിവരമുള്ള ആളുകൾ, പണ്ഡിതന്മാർ. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും പണ്ഡിതന്മാരിലേക്കും മടങ്ങുക എന്നതാണ് തൗഹീദിന്റെ എതിരാളികളായ ശിർക്കിന്റെ ആളുകളെ നേരിടാനുള്ള വഴികൾ. അപ്പൊ മൊത്തത്തിലുള്ള വിശദീകരണങ്ങൾ, മറുപടികൾ, അതുപോലെ തന്നെ വിശദമായ മറുപടികൾ,
അതിനൊക്കെ അവലംബമായി ഈ 3 ഖുർആാനിനെയും സുന്നത്തിനെയും അഹ്ലുൽ ഇൽമിനെയും അവലംബിക്കുക എന്നതാണ്. ഇനി മുകളിൽ പറഞ്ഞ ആയത്തിൽ ഖുർആൻ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മ എന്ന് പറഞ്ഞതിന് എന്താണ് എല്ലാറ്റിനും മറുപടിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് ചില ആളുകൾ ചോദിക്കും, ഖുർആനിൽ എല്ലാറ്റിനും വിശദീകരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, ഇതിലൊന്നും ഖുർആനിലെവിടെ തെളിവ്? അപ്പൊ ഖുർആനിൽ ഈ പറഞ്ഞ അവകാശവാദം തെറ്റല്ലേ എന്നൊക്കെ എതിരാളികളും മുസ്ലിങ്ങളിൽപ്പെട്ട തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്കും ഒരു സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഹാഫിദ് ഇബ്നു കതീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഫഇന്നൽ ഖുർആന ഇസ്തമല അലാ കുല്ലി ഇൽമിൻ നാഫിഇ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയമായ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ പരലോകത്തും ഉപകാരപ്പെടുന്ന എല്ലാ തരം അറിവുകളെയും ഖുർആൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൃഷി നടത്തേണ്ടത്, അതിന് ഏത് വളം ചേർക്കണം, കച്ചവടം ചെയ്യുമ്പോൾ ഷോപ്പ് എങ്ങനെ അലങ്കരിക്കണം, അതൊന്നല്ല, മനുഷ്യന് പാരത്രിക രക്ഷയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന എല്ലാ വിവരങ്ങളും അത് മിൻ ഖബരി മാ സബഖ് വ ഇൽമി മാ സയതി, കഴിഞ്ഞുപോയ ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അതായത് മുൻ സമുദായങ്ങളെയും മുൻ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരെ എതിരിടാൻ വന്ന ആളുകളെയും അവർക്കുണ്ടായ അനുഭവങ്ങളും അവരുടെ പരിണിത ഫലങ്ങളും അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പല പ്രവാചകന്മാരെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ചിലത് സൂചിപ്പിച്ചു പോയി. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അത്തരം കാര്യങ്ങളും ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഹുക്മി കുല്ലി ഹലാലിൻ വഹറാം, അതുപോലെ തന്നെ എല്ലാ ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട വിധികളും. ഇനി അത്തരം വിധികളിൽ പുതിയ ഒരു ഹലാലാണോ ഹറാമാണോ എന്ന് അറിയേണ്ട ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ അടിസ്ഥാന വിഷയം എന്തിലുണ്ടാവും? ഖുർആനിലുണ്ട്. അത് ഹലാലാണോ എന്നറിയാൻ അതിന്റെ അടിസ്ഥാന വിഷയം ഖുർആനിലും ഹദീസിലുണ്ട്. അപ്പൊ അവിടെയും ഒരു വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുകയില്ല. ലോകത്തുള്ള ഏത് തിന്മകളും, ശിർക്കടക്കമുള്ള ഏത് തിന്മകളും അതിന്റെ ന്യായങ്ങളും പരിശോധിച്ചാൽ പണ്ട് എന്തുണ്ടായിരുന്നുവോ, ഖുർആൻ എന്തിനു മറുപടി പറഞ്ഞിട്ടുണ്ടോ, എന്ത് വിശദീകരിച്ചിട്ടുണ്ടോ, അതിന്റെ പുതിയ പതിപ്പുകളല്ലാതെ ഒന്നും ലോകത്ത് പുതുതായിട്ടുണ്ടാകില്ല. ഒക്കെ പഴയതിന്റെ വ്യത്യസ്ത വേർഷനുകളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ, അടിസ്ഥാന വിശദീകരണങ്ങൾ ഖുർആനിലും ഹദീസിലുണ്ട്. വമന്നാസു ഇലൈഹി മുഹ്താജൂന ഫീ അംരി ദുനിയാഹിം വദീനിഹിം വമആശിഹിം വമആദിഹിം, മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും മതത്തിലും അതുപോലെ തന്നെ അവന്റെ ജീവിത മേഖലകളിലും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവന് ആവശ്യമായി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഖുർആനിലുണ്ട്. അപ്പോ ഭൗതികമായ കാര്യങ്ങളല്ല എന്നിൽ മനസ്സിലാവും. ഖുർആൻ പറഞ്ഞ തിബിയാനൻ ലികുല്ലി ശൈ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മതവും പരലോകവും ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജീനാക ബിൽ ഹഖ്, ഇതും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞപ്പോൾ തൗഹീദിന്റെ എതിരാളികൾ കൊണ്ടുവരുന്ന ദുർന്യായങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ മസലൻ, ഉപമ എന്ന് പറഞ്ഞു. എന്നാൽ അതിനെ എതിർക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ആയുധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹഖൻ, അള്ളാഹു നൽകുന്നത് സത്യമാണ് എന്ന് പറഞ്ഞു. കാരണം അള്ളാഹു ഹഖാൻ, അള്ളാഹുവിൽ നിന്ന് ഹഖല്ലാത്തൊന്നും ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തും അതും ഹഖാൻ. ഈ ഹഖ് കൊണ്ടാണ് ഇവർ കൊണ്ടുവരുന്ന ഇത്തരം ഉപമകളെ, ദുർന്യായങ്ങളെ, ആളുകൾ വസ്വാസിലാക്കുന്ന ഉദാഹരണങ്ങളെ എതിരിടേണ്ടത്. എന്നാൽ ചില സ്ഥലത്ത് ഹുജ്ജത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ശിർക്കിന്റെ ആളുകൾക്ക് ചില ഹുജ്ജത്തുകളും വിവരങ്ങളും ഉണ്ട് എന്ന് തന്നെ ശൈഖ് മുമ്പൊരു വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണവും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവർക്ക് ഹുജ്ജത്തല്ല, അവർ ഹുജ്ജത്താണെന്ന് ധരിക്കുന്നു. അവരുടെ ധാരണയനുസരിച്ച് പിന്നെ ഇൽമ് അവർക്കുണ്ട്, ശിർക്കിന്റെ ആളുകൾക്ക് ഇൽമുണ്ട് എന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് അഹ്ലു കിതാബുകാരായ ആളുകൾ അവരുടെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ വളച്ചൊടിച്ചോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെളിവാണെന്ന് വിചാരിച്ചുകൊണ്ടോ പറയുന്ന ന്യായങ്ങളാണ്. തുടർന്ന് ശൈഖ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ജവാബൻ ലി കലാമിൻ ഇഹ്തജ്ജ ബിഹിൽ മുശ്രികൂന ഫീ സമാനിന അലൈന, നമ്മുടെ കാലഘട്ടത്തിലെ, അതായത് ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിച്ച കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ഏതൊരു കാര്യം കൊണ്ട് തെളിവായി പറഞ്ഞുവോ, തെളിവുന്നയിച്ചുവോ, ആ സംസാരത്തിന് മറുപടിയായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നാം പറയുന്നു ജവാബു അഹ്ലിൽ ബാത്തിൽ മിൻ തരീഖൈൻ, ബാത്തിലിന്റെ, അസത്യത്തിന്റെ ആളുകൾക്കുള്ള മറുപടി രണ്ട് നിലക്കാണ്. ഒന്ന് മുജ്മലുൻ വ മുഫസ്സൽ. മുമ്പത്തെ വാചകത്തിൽ പറഞ്ഞതുപോലെ, വിശദീകരിച്ചതുപോലെ മറുപടി രണ്ട് നിലക്കായിരിക്കും. ഒന്ന് മൊത്തത്തിലുള്ള മറുപടിയാണ്, രണ്ടാമത്തേത് സവിസ്തരമായ വിശദമായ മറുപടിയായിരിക്കും. മുജ്മലും മുഫസ്സലും. ഇവിടെ ശൈഖ് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്?
ജവാബൻ ലികലാമിൻ ഇഹ്തജ്ജ ബിഹിൽ മുശ്രികൂന ഫീ സമാനിനാ അലൈന. നമുക്കറിയാം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജസീറത്തുൽ അറബിൽ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പശുവിനെ ആളുകൾ ആരാധിക്കുന്നത് പോലെ ഈത്തപ്പനകളെ പോലും ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളെ കുറിച്ചാണ് ഷെയ്ഖ് ഇവിടെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ജൂത ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലുള്ള വിഗ്രഹാരാധകരായ ആളുകളെ കുറിച്ചല്ല. സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമായിരുന്നു. എന്നാൽ ആ വെളിച്ചത്തിലേക്ക് ഇരുട്ട് കടന്നു വരികയും പലതരത്തിലുള്ള പിഴച്ച ചിന്താധാരകൾ കടന്നു വരികയും ആളുകളിൽ ശിർക്ക് വ്യാപകമാവുകയും ചെയ്തു. തൗഹീദുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രം ആളുകളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഷെയ്ഖ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അൽ മുശ്രിക്കൂന ഫീ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത് മുസ്ലിം പേരുകളുള്ള, നമസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന, മക്കത്ത് ഹജ്ജിനും ഉംറക്കും പോകുന്ന, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ധരിക്കുന്ന, മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യം അംഗീകരിച്ച, എന്നാൽ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്ന, നമ്മുടെ നാട്ടിലുള്ളതുപോലെ രണ്ട് സാക്ഷ്യവും അംഗീകരിക്കുകയും എന്നിട്ട് ഖബറിനെ ആരാധിക്കുകയും ചെയ്യുന്നത് പോലുള്ള ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് ഇവിടെ മുശ്രിക്കൂന ഫീ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. ആ ഷെയ്ഖ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇപ്പറയുന്ന അവസ്ഥയിൽ മുസ്ലിങ്ങളാണെന്ന് പറയുകയും എന്നാൽ ശിർക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ തെളിവുദ്ധരിച്ചു. ആർക്കെതിരിൽ? അലൈന, നമുക്കെതിരിൽ എന്ന് പറഞ്ഞാൽ നാം തന്നെ അവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. അദ്ദേഹത്തെ പോലെ തൗഹീദിന് വേണ്ടി പണിയെടുത്ത ആളുകൾ. അപ്പൊ ഖുർആൻ ഓതി തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ശിർക്കിന്റെ ആളുകൾ തെളിവായി ഉന്നയിച്ചു. അതിനുള്ള മറുപടി ഖുർആനിൽ നിന്ന് നിനക്ക് നാം തരാം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷെയ്ഖ് ഇതുവരെ പറഞ്ഞു വന്നത് ഇതിന്റെ മുഖവുരകളാണ്. ഇനി ഒന്ന് രണ്ട് വാചകം കഴിഞ്ഞിട്ട് ഷെയ്ഖ് ഈ പറയുന്ന ശുബുഹാത്ത്, ബുക്കിന്റെ പേരെന്താണ്? കശ്ഫു ശുബുഹാത്ത്, സംശയങ്ങളെ ദൂരീകരിക്കൽ എന്നാണ്. അപ്പോ എന്താണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തൗഹീദി പ്രബോധനവുമായി വന്നപ്പോൾ എതിരാളികൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ എന്താണ്? ആ സംശയങ്ങൾക്ക് ഷെയ്ഖ് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നൽകിയ മറുപടി എന്താണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്പർ ഇട്ട് പറയുന്നില്ലെങ്കിലും അവർ പറയുന്നു നമുക്ക് പറയാനുള്ളത് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ ഷെയ്ഖ് അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദീകരണം എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ ഒന്നാമത്തെ ശുബഹത്ത്, രണ്ടാമത്തെ ശുബഹത്ത് എന്നിങ്ങനെ എണ്ണിപ്പോയത് കാണാം. അത് ഷെയ്ഖ് നമ്പർ ഇട്ടതല്ല, പണ്ഡിതന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് എണ്ണാൻ പറ്റും. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് എന്താ? തൗഹീദ് പറഞ്ഞപ്പോൾ, ഖുർആൻ ഉദ്ധരിച്ചപ്പോൾ ശിർക്കിന്റെ ആളുകൾ നമ്മോട് പറഞ്ഞ ന്യായങ്ങൾക്ക് ഖുർആനിൽ മറുപടിയുണ്ട്. ആ മറുപടികൾ നമ്മൾ പറയാൻ പോവുകയാണ്. മറുപടി പറയുന്നത് രണ്ട് നിലക്കാണ്, മുജ്മലായും മുഫസ്സലായും. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതെന്നെ ഇവിടെയും പറയുന്നത്. ചോദ്യകർത്താവിന്റെ അല്ലെങ്കിൽ സംശയാലുവിന്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചുള്ള മറുപടികൾ ഇവിടെ നൽകും. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. മൊത്തത്തിലുള്ള മറുപടി, അതുപോലെ തന്നെ വിശദമായുള്ളത്, അതൊക്കെ ഓരോരുത്തരുടെയും അവസ്ഥക്കും ചോദ്യത്തിനും സംശയത്തിനും അനുസരിച്ചാണ്. ഇനി ഇവിടെ ഷെയ്ഖ് തുടർന്ന് അദ്ദേഹം പറയുന്നത് അമ്മൽ മുജ്മലു ഫഹുവൽ അംറുൽ അദീം വൽ ഫായിദത്തു അൽ കബീറത്തു ലിമൻ അഖലഹ. മൊത്തത്തിലുള്ള മറുപടി പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും മതിയാവില്ല, എന്നാൽ ചിലർക്കത് മതിയാവും. അമ്മൽ മുജ്മലു ഫഹുവൽ അംറുൽ അദീം, മൊത്തത്തിൽ മറുപടി പറയുക എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഫലം അത് വലിയ ഫലമാണ്. ആർക്ക്? ലിമൻ അഖലഹ. മൊത്തത്തിൽ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ മൊത്തത്തിലുള്ള മറുപടി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും, ഉപകാരം കിട്ടും. അപ്പൊ അതിൽ എന്താ അതിന്റെ മറുവശം എന്താ? മൊത്തത്തിൽ പറയുന്നത്, അതായത് വിശദീകരിച്ച് പറയാതെ മൊത്തത്തിൽ പറഞ്ഞു പോയാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുജ്മലായ മറുപടി പോരാ, ചുരുക്കത്തിലുള്ള മറുപടി പോരാ. അവനത് വിശദീകരിച്ച് അവൻ പറഞ്ഞത് ഇന്നതാണ്, ആ വാക്കിൽ നിന്ന് ഇന്നത് മനസ്സിലാക്കാം, അതിന് മറുപടി ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ രണ്ട് നിലക്കാണ് മറുപടി പറയാ. തിരിയുന്ന ആളുകൾക്ക് മൊത്തത്തിൽ പറയും, പിന്നെ ഇനിയും തിരിയാത്തവർക്കോ വിശദമായ മറുപടി ഉണ്ടാവും. രണ്ട് നിലക്കുള്ള മറുപടി. ഇത് ഖുർആന്റെ ശൈലിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ എങ്ങനെയാണോ ശിർക്കിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾക്ക് മറുപടി പറഞ്ഞത്, അതേ രീതിയിലാണ് ഷെയ്ഖ് മറുപടി പറയാൻ പോകുന്നത്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഷെയ്ഖിന്റെ ഒരു കണ്ടുപിടുത്തല്ല. എന്താ? ഖുർആനിൽ അങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ നമുക്ക് ഹുജ്ജത്തുണ്ട്. ഈ ഹുജ്ജത്തുമായിട്ടാണ് നിങ്ങൾ ശത്രുക്കളെ, അതായത് തൗഹീദിന്റെ ശത്രുക്കളെ എതിരിടേണ്ടത് എന്ന് പറയുമ്പോ നമ്മൾ
സ്വീകരിക്കുന്ന രീതിയും എന്തായിരിക്കണം? ഖുർആൻ പഠിപ്പിച്ചെന്ന രീതിയായിരിക്കണം. അതേ രീതിയിൽ മറുപടി കൊടുക്കണം. കാരണം ഖുർആനെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത്. അപ്പൊ ഖുർആൻ പഠിപ്പിച്ച രീതിയും സ്വീകരിക്കണം. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് മുജ്മലായ മൊത്തത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാകുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന സംഗതിയുമാണ്. കാരണം തെളിവ് പറയാൻ വദാലിക ഖൗലുഹു തആല സൂറത്തു ആല ഇംറാനിലെ 7-ാമത്തെ ആയത്ത് ഉദ്ധരിച്ച് അതുപോലെ തന്നെ ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസും പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം സമർത്ഥിക്കുന്നത്. ആല ഇംറാനിലെ 7-ാമത്തെ ആയത്ത് കാണാം, വല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. നിനക്ക്, അതായത് നബിയോട് പറയാൻ, നിനക്ക് ഖുർആനിനെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളവനായ അവൻ ആര്? അല്ലാഹു. മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത്, വിശുദ്ധ ഖുർആനിൽ മുഹ്കമായ ആയത്തുകളുണ്ട്. ഹുന്ന, ആ മുഹ്കമായ ആയത്തുകളാണ് ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ അകക്കാമ്പ്, അതിന്റെ കേന്ദ്രബിന്ദു, കാതൽ എന്ന് പറയുന്നത് ഈ മുഹ്കമായ ആയത്തുകളാണ്. മുഹ്കം എന്ന് പറഞ്ഞാൽ അഹ്കമ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക, ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മള് ഈ പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്കിന് തിരിടും, തുണിന്റെ വക്കൊക്കെ മുറിച്ചിട്ടല്ലേ നൂലെടുത്തിട്ട് ഇങ്ങനെ പിരിക്കൂടെ, അങ്ങനെ പിരിച്ച് ബലപ്പെടുത്തിയത്, മുറുക്കിയത് എന്നൊക്കെയാണ് മുഹ്കമിനർത്ഥം. അപ്പോ ഉടഞ്ഞു പോകാത്ത, ദുർബലമല്ലാത്ത, ബലപ്പെട്ട എന്ന് പറഞ്ഞാൽ സംശയത്തിനോ ദുർവ്യാഖ്യാനങ്ങൾക്കോ വ്യത്യസ്ത ആശയങ്ങൾക്കോ പഴുതില്ലാത്ത ആയത്തുകൾ. ഒരു ദുർവ്യാഖ്യാനത്തിനും അല്ലെ അങ്ങനല്ല ഇങ്ങനല്ലേ, അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ, അല്ലെ രണ്ടർത്ഥല്ലേ, അത് രണ്ടും പറ്റൂല ഇവിടെ, അല്ലെങ്കിൽ രണ്ടാം അർത്ഥം എടുക്കേണ്ടത് എന്നൊന്നും പറയാൻ വകുപ്പില്ലാത്ത, അതാണ് ആയാത്തുൻ മുഹ്കമാത്തുൻ, ബലപ്പെടുത്തപ്പെട്ട, പിരിച്ചു മുറുക്കിയ, ദുർബലതയെ നല്ല സംശയത്തിനും വകുപ്പില്ലാത്ത ആയത്തുകൾ. ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, അല്ലാത്ത സംശയത്തിന് വകുപ്പുള്ളതല്ല. വ്യത്യസ്ത അർത്ഥങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക്, ഈ വസ്വാസുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാക്കാനോ പറ്റിയത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മുഹ്കമാത്തായ ആയത്തുകൾ അതാണ് ഖുർആനിന്റെ കാതൽ, കേന്ദ്രം എന്ന് പറയുന്നത്. വേറെ ചില ആയത്തുകൾ ഖുർആനുണ്ട്, അത് മുത്തശാബിഹാത്തുൻ, പരസ്പര സാദൃശ്യമുള്ളവയാണ്. ആ പരസ്പര സാദൃശ്യം എന്ന് പറഞ്ഞാൽ അതിനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒന്നിലധികം ആശയങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ പഴുതുള്ള ആയത്തുകൾ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത് പറഞ്ഞത് ഈ പറഞ്ഞത് ശരിയല്ലേ, അല്ലെങ്കിൽ രണ്ടു കൂടി ഉണ്ടാകുമ്പോൾ രണ്ടും വൈരുദ്ധ്യമുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകാവുന്ന ആയത്തുകളുണ്ട്. അതിന് ഖുർആൻ പറഞ്ഞ പരിഹാരം എന്താ? അപ്പൊ അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഖ്, ഖുർആൻ മനസ്സിൽ സൈഖ് എന്ന് പറഞ്ഞാൽ വ്യതിചലനം, സത്യമാർഗത്തിൽ നിന്നുള്ള വ്യതിചലനം ആരുടെ ഹൃദയത്തിലുണ്ടോ ആ ആളുകൾ ഫയത്തബിഊന മാ തശാബഹ മിൻഹു, ഖുർആനിൽ നിന്ന് ഈ രണ്ടാമത് പറഞ്ഞ പരസ്പരം സദൃശ്യമായി തോന്നുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾക്കോ ആശയങ്ങൾക്കോ പഴുതുള്ളതിനെ തേടിപ്പോകുന്ന ആളുകൾ ആരാ? മനസ്സിൽ വ്യതിചലനമുള്ളവരാണ്. അതെന്തിനാണ് അവർ അത് തെരഞ്ഞു പോകുന്നത്? ഇബ്തിഗാ അൽ ഫിത്ന, ആളുകളുടെ കുഴപ്പമുണ്ടാക്കാൻ. കണ്ടോ, ഖുർആൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയും പറഞ്ഞില്ലേ, അതിന് അങ്ങനെ അർത്ഥല്ലേ, ഇങ്ങനെ അർത്ഥല്ലേ, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ആളുകളെ ഫിത്നയിലാക്കാൻ, ഫിത്ന തേടി അതിന് വ്യാഖ്യാനിക്കാനും ഉദ്ദേശിക്കുന്ന, ഫിത്നയെ തേടുന്ന ആളുകൾ ഈ മുത്തശാബിഹായ ആയത്തുകളെ തെരഞ്ഞു പോകും. കാരണം അവന്റെ മനസ്സിലുള്ളത് ശരിയല്ല, സൈഖാൻ, സത്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അപ്പൊ ഏതൊരു ദുർവ്യാഖ്യാനക്കാരനെ നോക്കിയാൽ മനസ്സിലാവും വഴികെട്ടവനാണ് ഈ ദുർവ്യാഖ്യാനത്തിന് വരുന്നത്. എന്നാൽ വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, ഈ ഇവർ തേടിപ്പോകുന്ന വ്യാഖ്യാനം അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എന്നാൽ വറാസിഖൂന ഫിൽ ഇൽമി, അറിവിൽ അടിയുറച്ച, റസഹ എന്നാൽ വേരുറക്കുക, രൂഢമൂലമാവുക എന്നൊക്കെ അർത്ഥം. വറാസിഖൂന ഫിൽ ഇൽം, അറിവിൽ അടിയുറച്ച, നല്ല വേരുള്ള പണ്ഡിതന്മാർ, തഹ്ഖീഖുള്ള ആളുകൾ, യഖൂലൂന, അവർ പറയും ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, മുഹക്കമും അല്ലാഹുവിൽ നിന്നുള്ളതാണ്, മുത്തശാബിഹായ ആയത്തുകളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംശയത്തിന് നമ്മളില്ല. ഞങ്ങൾ ആമന്നാ ബിഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, മുഹക്കമും മുത്തശാബിഹും രണ്ടും അല്ലാഹുവിൽ നിന്നുള്ള, അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലുള്ളതാണ്. എന്നാൽ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, നല്ല ബുദ്ധിയുള്ളവരല്ലാതെ കാര്യങ്ങൾ ഓർക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല. അപ്പൊ ബുദ്ധിമാന്മാരായ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധി? ശാസ്ത്രം പഠിച്ച ബുദ്ധിയല്ല, അള്ളാഹുവിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വിവരമുള്ള, അത് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ ഉപദേശം മനസ്സിലാവും, അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരാകും. എന്നാൽ മനസ്സിൽ കുറച്ച് തകരാറുള്ളവനോ പിഴവുള്ളവനോ അവൻ എന്ത് വസ്വാസം ഉണ്ടാക്കാൻ പറ്റും, എന്ത് ദുർവ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു പോകും. അപ്പൊ ഈ മുഹ്കമുകളും മുത്തശാബിഹകളും ഉണ്ട്. എന്നിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇദാ റഅയ്തുമുല്ലദീന യത്തബിഊനൽ മുത്തശാബിഹ വയത്റുകൂനൽ മുഹ്കമ. ഖുർആനിൽ നിന്ന് സംശയത്തിന് യാതൊരു വകുപ്പുമില്ലാത്ത രണ്ട് വ്യാഖ്യാനങ്ങൾക്കോ രണ്ട് ആശയങ്ങൾക്കോ രണ്ട് അർത്ഥത്തിനോ പഴുതില്ലാത്ത ആർക്കും നേർക്കുനേരെ മനസ്സിലാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കി ഈ മുത്തശാബിഹായ ആയത്തുകളെ പിൻപറ്റുന്നവരെ നീ കണ്ടാൽ അത് ഏത് കാലത്തും ഫഉലൈകല്ലദീന സമ്മല്ലാഹു ഫീ കിതാബിഹി, ഉറപ്പുള്ളതിനെ വിട്ട് അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് പഴുതില്ലാത്തതിനെ ആർക്കും മനസ്സിലാകുന്ന കാര്യത്തെ വിട്ട് വസ്വാസം ഉണ്ടാക്കാവുന്നവന്റെ പിന്നാലെ പോകുന്ന ആളുകളെ നീ കണ്ടാൽ അവരെ കുറിച്ച് മനസ്സിലാക്കണം. ഫഉലൈകല്ലദീന സമ്മല്ലാഹു ഫീ കിതാബിഹി, ഈ മനസ്സിൽ വ്യതിചലനമുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫഹ്ദറൂഹും, ഈ ദുർവ്യാഖ്യാനക്കാരെ, മുത്തശാബിഹിന്റെ പിന്നാലെ പോകുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹു താക്കീത് ചെയ്തത് ഇക്കൂട്ടരെയാണ്. മുത്തശാബിഹുണ്ട്, മുഹ്കമുമുണ്ട്. മുഹ്കമും അംഗീകരിക്കണം, മുത്തശാബിഹും അംഗീകരിക്കണം. ഇനി അതിൽ സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ സംശയത്തിന് പിന്നാലെ പോണ്ട. രണ്ടും അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ഞാനിത് രണ്ടും അള്ളാഹുവിന്റേതാണ് എന്ന് അംഗീകരിക്കുന്നു. എന്നാൽ സംശയങ്ങളുടെ പിന്നാലെ പോവുക അല്ലെങ്കിൽ മുത്തശാബിഹിന്റെ പിന്നാലെ പോവുകയും തൗവീലിന്റെ പിന്നാലെ പോവുകയും എന്നിട്ട് വസ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ ശരിയായ പാതയിലുള്ളവരല്ല. അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത്തരം ആളുകളുടെ പിന്നാലെ പോകാൻ പാടില്ല. ഇത് പണ്ഡിതന്മാർ ഇമാം നവവി തന്നെ അദ്ദേഹത്തിന്റെ അൽ മിൻഹാജ് എന്ന് പറയുന്ന സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തിലൂടെ മനസ്സിലാക്കാനുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ശിർക്കിന്റെ ആളുകളെയും ബിദ്അത്തിന്റെ ആളുകളെയും ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെയും സൂക്ഷിക്കൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഫലാ യുജാബൂന വലാ യുജാദിലൂന, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഹവയുടെയും ആളുകൾക്ക് മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ല. വലാ യുജാദിലൂന, അവരോട് വാദപ്രതിവാദം നടത്താൻ പോകേണ്ടതില്ല. ഇല്ലാ ഇദാ അറാദുൽ ഹഖ്ഖ, ശിർക്കിന്റെയും ഹവയുടെയും വഴികേടിന്റെയും ആളുകൾ സത്യം മനസ്സിലാകണം എന്ന് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ വെറുതെ ആളുകളും ഒരു പണിയിലൊന്നും വായിക്കും പഠിക്കില്ല. ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് കണ്ട എന്തൊക്കെ കാണാനൊക്കെ മറുപടി കുത്തുവിട്ട് അതിന്റെ ആവശ്യമല്ല. ഇവൻ തർക്കിക്കാൻ വരുന്നവനാണ്. തർക്കിക്കാൻ വരുന്നവന്റെ പിന്നാലെ പോയിട്ട് നിനക്ക് ഒരു കാര്യമില്ല. അത്തരം ഗ്രൂപ്പ് എടുത്ത് നോക്കണ്ടെങ്കിൽ ഒരു ഘോരമായ ചർച്ച നടക്കുന്നുണ്ടാവും. ഒരുത്തൻ പോലും ഹക്ക് സ്വീകരിക്കില്ല. അതിലുള്ള മിക്ക ആളുകളും കുതന്ത്രത്തിനോട് വരുന്നവരാണ്. ചിലപ്പോ ഇതൊന്നും ഈ ഗ്രൂപ്പ് കയറി തർക്കമില്ല, ഹക്ക് മനസ്സിലാകണം, സംശയമുള്ള വിഷയങ്ങൾ ദൂരിക്കാം എന്ന് വിചാരിക്കുന്ന അപൂർവ ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് വെറുതെ തർക്കിക്കാൻ പോകണ്ട, മറുപടി കൊടുക്കാൻ പോകണ്ട. ഇല്ല ഇദാ അറാദുൽ ഹഖ്ഖ, ഈ കാര്യവുമായി വരുന്നവൻ സത്യം ഉദ്ദേശിച്ചാലല്ലാതെ. അവൻ ഹക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാം, ന്യായങ്ങൾക്ക് മറുപടി പറയാം. വലഹറ ദാലിക മിൻ ഖൗലിഹിം വഹാലിഹിം ഫൈജാബത്തുഹും വാജിബ, ഇവൻ ഹക്ക് ഉദ്ദേശിച്ചാണോ പഠിക്കാനാണോ വന്നത് അല്ല കുതർക്കത്തിന് വന്നതാണോ എന്ന് അവന്റെ വാക്കും അവന്റെ സ്ഥിതിയും കണ്ടാൽ മനസ്സിലാവും. നമുക്ക് തിരിയല്ലോ, ചോദ്യം ചോദിക്കുമെന്ന് മനസ്സിലാവും. ഇവൻ എന്തിനാണ് കൊളത്താൻ വരുന്നതാണോ മനസ്സിലാക്കാൻ വരുന്നതാണോ? കൊളത്താൻ വരുന്നവൻ മറുപടി വേണ്ട, ഓൻ പോയിക്കോട്ടെ, ഓന്റെ വൈക്ക് പോയിക്കോട്ടെ. ഹക്ക് മനസ്സിലാക്കാനാണോ വരുന്നത് എങ്കിൽ ഓന്റെ സംശയം തീർത്തെടുക്കണം. ഫഇജാബത്തുഹും വാജിബ, ഹക്ക് പഠിക്കാൻ വരുന്നവന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി കൊടുക്കൽ അനിവാര്യമാണ്. കൊളത്താൻ വരുന്നവനെ വിട്ടേക്കുക, അവനോട് പറയാനും തർക്കിക്കാനും പോണ്ടതില്ല. എന്റെ പണി വെക്കോ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഗുണം സ്വീകരിച്ചാൽ മതി, അല്ലെ പോയി പണി വെക്കും, അത്ര തന്നെ. കാരണം അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആളുകളുമായി തർക്കിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ വസ്വാസുകളിൽ മുഴുകാനും പോയാൽ, വസ്വാസ് എന്ന് നമ്മൾ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്, പ്രമാണമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിന്റെ കൂടെ പോയാൽ എന്തുണ്ടായിത്തീരും? നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അവന്റെ ശുഭത്ത് കടന്നുകൂടും. അതിന് കൃത്യമായ ഒരു പ്രമാണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ വസ്വാസ് നമ്മുടെ മനസ്സിൽ ഉറക്കുകയും അങ്ങനെ നമ്മൾ കൂടി പഴിച്ചു പോകാൻ കാരണമായി തീരുകയും ചെയ്യും. ഈ റോട്ടുമൽ നടക്കുന്ന എല്ലാ പ്രഭാഷണവും എല്ലാ വാദപ്രതി ഖണ്ഡനമണ്ഡനങ്ങളും അതുപോലെ തന്നെ പൊതുചർച്ചകളും സോഷ്യൽ മീഡിയയിലെ എല്ലാം കേൾക്കാൻ പോയാൽ എന്താണ്ടാകുക? അതിന്റെ മറുവശം ഹക്കവൻ തേടിപ്പിടിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി അവസാനം ഓൻ അതിന്റെ ആളായി മാറും. അതുപോലെ തന്നെ ഈ എതിരാളികൾ ഉന്നയിക്കുന്ന ന്യായങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിക്കും. അതുകൊണ്ട് തന്നെ പൗരാണിക പണ്ഡിതനായ ഇമാം അൽ-ലാലക്കായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ശർഹു ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് കാണാം. മുസ്ലിങ്ങളുടെ മേൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഈ ബിദ്അത്തിന്റെ
ആളുകളോട് തർക്കം നടത്താൻ പോവുക എന്നതാണ്. അതിനേക്കാൾ വലിയൊരു ഉപദ്രവം വേറല്ല. കാരണം എന്താ, അവനെ ന്യായം പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടായിത്തരും, അവൻ പറഞ്ഞ വാദങ്ങൾ പ്രചരിക്കും. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താ, തുറന്ന വാദപ്രതിവാദമല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കാലഘട്ടത്തിലും അതിനുശേഷം ഈ ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വന്നു. ആ ആളുകളെ നേരിടാൻ വേണ്ടി പോയത് റോട്ടുമ്മൽ പൊതുവാദപ്രയോഗം നടത്തിയതല്ല. പിന്നെന്താണ്, ഈ ആളുകളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി. എന്നിട്ട് ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവിടെ ചെന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിന് പ്രാമാണികമായ മറുപടി കൊടുത്തു. അത് പറ്റും. സംശയമുള്ളവന്റെ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, ഓൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അറിയാം. അല്ലാതെ എല്ലാവരും കൂടി ഈ പൊതു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നവനും പറ്റാത്തവനും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ ഹക്കിൽ ഉള്ളവൻ കൂടി വഴികേടിലേക്ക് പോകാൻ അത് കാരണമായി തീരും എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു ബത്ത പൗരാണിക പണ്ഡിതനാണ്. അഖീദന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന് അൽ ഇബാനത്തുൽ കുബ്ര എന്ന് പറയുന്ന അഖീദന്റെ പുസ്തകമുണ്ട്. വേറെ പുസ്തകങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ ഉദ്ധരിച്ചതായി കാണാം. ഇന്ന തക്ദീബ ബിൽ ഖദ്രി ശിർകുൻ, അല്ലാഹുവിന്റെ ഖലാ ഖദറിനെ കളവാക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. അത് ഫുത്തിഹ അലാ അഹ്ലി ദലാലത്തിൻ, വഴികേടിന്റെ ആളുകളുടെ മേൽ ഈ ഒരു ശിർക്കിന്റെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഖലാ ഖദറിനെ നിഷേധിക്കുക എന്നുള്ളത് ശിർക്കാണ്. പക്ഷേ ഫലാ തുജാദിലൂഹും, നീ അവരോട് തർക്കിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ ഇബ്നു അബ്ബാസ് നടത്തിയതുപോലുള്ള വാദപ്രതിവാദം പറ്റും. അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തുവാൻ അവരെ മാത്രം വിളിച്ചുകൂട്ടി ചർച്ച നടത്തുക, അവർക്ക് ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഫയജ്രി ശിർക്കുഹും അലാ ഐദീകും, എന്നാൽ ഈ ആളുകളുമായി വാദപ്രതിവാദം നടത്താൻ പോയാൽ അവരിലൂടെ അവരുടെ ശിർക്ക് നിങ്ങളിലേക്കും പകരും. ഈ ഖലാ ഖദറിനെ പ്രത്യേകിച്ച് ആളുകൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള ഒരു വിഷയമാണ്. അപ്പോ അതുകൊണ്ട് എന്ത് മാർഗമാണ് അവരോട് സ്വീകരിക്കേണ്ടത്, ഏത് നിലക്കാണ് ഇനി മറുപടി പറയാൻ പോകുന്നത് എന്നാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. ഇനി അങ്ങോട്ടുള്ളത് അവരുടെ സംശയത്തിനുള്ള മറുപടികൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ അത് നമുക്ക് വായിക്കാം. നമ്മൾ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കേണ്ടുന്ന സംശയങ്ങളും മറുപടികളുമാണ്. ആരുടെയെങ്കിലും സംശയമല്ല, ആരോടെങ്കിലുമുള്ള മറുപടിയല്ല. നമ്മുടെ നാട്ടിലെ ശിർക്കിന്റെ ആളുകൾ പറയുന്ന ന്യായങ്ങൾ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളും അതേ ന്യായ പറഞ്ഞത്. നൂഹ് നബിന്റെ കാലം തൊട്ട് മുഹമ്മദ് നബിന്റെ കാലം വരെയുള്ള ശിർക്കിന്റെ ആളുകളും അതേ ന്യായ